പ്രിയ കൂട്ടുകാരെ, മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ അടിസ്ഥാന പാഠാവലിയിൽ നമ്മളൊരു കവിത പഠിച്ചില്ലേ? ഏതായിരുന്നു ആ കവിത? പുതുവർഷം. ഏതായിരുന്നു കവിത? പുതുവർഷം. ആരായിരുന്നു ഈ കവിത എഴുതിയത്? വിജയലക്ഷ്മി അല്ലേ? വിജയലക്ഷ്മി. ഈ കവിതയില് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ഏതായിരുന്നു? ഓരോരുത്തർക്കും പല വരികളും ഇഷ്ടമായിരുന്നു അല്ലേ? എങ്കിലും കൂടുതൽ പേർക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഏതായിരുന്നു? നമുക്കൊന്ന് നോക്കിയാലോ. പുസ്തക സഞ്ചിയിൽ കൊച്ചുനെല്ലിക്കയും പച്ചപ്പുളിയും ഒളിച്ച കാലം, ആരോടുമില്ല വഴക്കുന്നു പുഞ്ചിരി ചാരോടും കൂടി നടന്ന കാലം. ഇനി നമുക്കിതൊന്ന് പാടി നോക്കിയാലോ? എല്ലാവരും കൂടെ പാടില്ലേ? പാടാം. പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയും ഒളിച്ച കാലം, ആരോടുമില്ല വഴക്കുന്നു പുഞ്ചി ചാരോടും കൂടി നടന്ന കാലം. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എല്ലാവരും കൂടെ പാടിയില്ലേ? എന്ത് രസമുള്ള വരികളാണല്ലേ ഇത്. ഇത് കേട്ടപ്പോൾ നമ്മുടെ ബാല്യകാലത്തിലേക്ക് നമ്മൾ പോയില്ലേ? നിങ്ങൾ ഇപ്പോഴും ബാല്യകാലത്തിലാണല്ലേ? ബാല്യകാലം. എല്ലാരും വായിച്ചേ. ബാല്യകാലം. ബാല്യകാലത്തെ ഓർമ്മകൾ എത്ര മനോഹരമാണല്ലേ? എങ്കിലും ചിലരുടെ എല്ലാം മുഖത്ത് ചെറിയൊരു വിഷമം കാണുന്നുണ്ടല്ലോ. സ്കൂളിൽ പോകാൻ പറ്റുന്നില്ലല്ലേ? കൊറോണ എന്ന മഹാമാരി കാരണം നമുക്ക് എല്ലാം അടച്ചിട്ടാക്കുമല്ലേ? സർവ്വതും അടച്ചിട്ടപ്പോഴും നമ്മുടെ വീട്ടില് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ. ഏതാണ് ആ സ്ഥലം? അടുക്കള. ഏതാണ് ആ സ്ഥലം? അടുക്കള. അടുക്കളയില് നമുക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളെല്ലാം അമ്മ നമുക്ക് ഉണ്ടാക്കി തരുമല്ലേ? അമ്മ അമ്മ നമുക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി തരൂല്ലേ? ഇതെല്ലാം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? കടയിൽ നിന്ന് ലഭിക്കും. പിന്നെയോ കൃഷി ചെയ്ത് കിട്ടൂലേ? എല്ലാരും വീട്ടിൽ കൃഷി ചെയ്യാറുണ്ടോ? കൃഷി. എന്താണ് കൃഷി? നമ്മുടെയൊക്കെ വീടുകളിൽ അടുക്കളത്തോട്ടം ഉണ്ടല്ലേ? കൃഷി ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണോ കൂട്ടുകാരെ? എങ്കിൽ നമുക്ക് കൃഷിയെ സംബന്ധിച്ചുള്ളൊരു വീഡിയോ കണ്ടാലോ? നമ്മുടെ വീട്ടിലും മട്ടുപ്പാവിലുമൊക്കെ അല്പമുള്ള സ്ഥലത്ത് പോലും നമ്മൾ കൃഷി ചെയ്യാനായി ആരംഭിച്ചു. അതോടൊപ്പം പല റെസിഡൻസ് അസോസിയേഷനുകളും വിദ്യാലയങ്ങളും ഓഫീസുകളുമൊക്കെ കൃഷിയിടങ്ങളായി മാറി. ഇത്തിരി സ്ഥലത്ത് ഇത്തിരി കൃഷി, അങ്ങനെ ഒത്തിരി സ്ഥലത്ത് ഒത്തിരി കൃഷിയായി നമുക്കിത് വികസിപ്പിച്ചുകൂടെ?
വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലേ? കാർഷിക മേഖലയെ സംബന്ധിച്ചുള്ളതായിരുന്നല്ലേ? ഇതുപോലെ നമുക്കും ഒരു തൈ നട്ടാലോ? നാം നട്ടു വളർത്തുന്ന തൈ. ഇനി നമുക്ക് പാഠഭാഗത്തെ കുറിച്ച് അറിയണ്ടേ? പിന്നെയും ഭൂമി ജില്ലകൾ എന്ന യൂണിറ്റിലെ ആ വാഴവെട്ട് എന്ന പാഠഭാഗത്തേക്കാണ് നാം പ്രവേശിക്കുന്നത്. ആ വാഴവെട്ട് എന്ന കഥ എഴുതിയത് ആരാണെന്ന് അറിയണ്ടേ? പൊൻകുന്നം വർക്കി എന്ന അതിപ്രശസ്തനായ കഥാകാരനാണ്. മണ്ണിനെ സ്നേഹിക്കുന്ന അധ്വാനിയായ ഒരു കർഷകന്റെ ജീവിത പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മെ ഇവിടെ ബോധ്യപ്പെടുത്തുന്നത്. ഈ കഥയിലേക്ക് പ്രവേശിക്കും മുമ്പ് നമ്മുടെ കാർഷിക സംസ്കാരത്തെ കുറിച്ച് എന്നറിയണ്ടേ? തീർച്ചയായും നമുക്ക് അഭിമാനിക്കാല്ലേ? കാർഷിക സമ്പന്നമായ ഒരു നാട്ടിലല്ലേ നാം ജീവിക്കുന്നത്. കാർഷിക സംസ്കാരത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഫലഭൂഷ്ടമായ മണ്ണും 6 മാസം നീണ്ടു നിൽക്കുന്ന മഴക്കാലവും നമുക്ക് ലഭിക്കുന്നുണ്ടല്ലേ? ഇതിലൂടെ നമ്മുടെ കൃഷിയിടങ്ങൾ വളരുകയും കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ടല്ലേ? പണ്ട് കാലത്തൊക്കെ കൃഷിയോടനുബന്ധിച്ച് ചെമ്മീൻ കുടിയാൻ സമ്പ്രദായം നിലനിന്നിരുന്നു. ഇത് പറയുമ്പോൾ നമുക്കൊരു കവിത ഓർമ്മ വരുന്നില്ലേ? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വാഴക്കുല എന്ന ജീവസ്പർശിയായ കവിത അല്ലേ? ഈ കവിതയുടെ ദൃശ്യാവിഷ്കാരം നമുക്കൊന്ന് കണ്ടാലോ? മലയപ്പുലയനാമാടത്തിൻ മുറ്റത്തു മഴ വന്ന നാളൊരു വാഴ നട്ടു. മനതാരിലാശകൾ പോലതിലോരോരോ മരതകൂമ്പ് പൊടിച്ചു വന്നു. അരുമക്കിടാങ്ങളിൽ ഒന്നായ ജീനയും അഴകി പുലക്കള്ളിയോ മരിച്ചു. എന്താണിത്? ഇതൊരു വാഴത്തൈയാണ് മോനെ. അല്ല, നിങ്ങൾക്ക് ഇത് എവിടുന്ന് കിട്ടി? ഇതൊക്കെ കിട്ടി. ഇത് നട്ടു നനച്ച് വലുതാക്കണം. മഴയെല്ലാം പോയപ്പോൾ മാനം തെളിഞ്ഞപ്പോൾ മലയന്റെ മാടത്തെ പാട്ടുപാടി. മരമെല്ലാം പൂത്തപ്പോൾ കുളിർക്കാറ്റു വന്നപ്പോൾ മലയന്റെ മാടവും പൂക്കൾ ചൂടി. ചെറുവാഴത്തൈയിനു വെള്ളമൊഴിക്കുവാൻ മറവി പറ്റാറില്ലവർക്കു ചുറ്റും. അനുദിനമങ്ങനെ ശുശ്രൂഷ ചെയ്യുകയാൽ അതു വേഗം വേഗം വളർന്നു വന്നു. പകലൊക്കെ പൈതങ്ങളാ വാഴത്തൈ തണൽ പരവതാനിക്കുമേൽ ചെന്നിരിക്കും. കരയും ചിരിക്കും ഇടക്കിടെ തമ്മില കരുമാടിക്കുട്ടന്മാർ മല്ലടിക്കും. എന്നെ ശരിയാക്കും. പോടെ പോടെ. ഈ വാഴപ്പത്തിന് എന്ത് സാധാരിക്കും? കൊല വന്നില്ല, അതിനുമ്പ് കൊതിയായോ? അരി വാങ്ങാനല്ല വെട്ടി വെക്കും. എനിക്ക് ആ പഴം തിന്നാൻ കൊതിയാവോ? പരിനാക്കും കൊണ്ടൊന്നും പറയല്ലേ, എനിക്ക് ഈ പഴം തിന്നാൻ കൊതിയായി. ആരും കാണാൻ ഞാൻ ഈ പഴം കട്ട് തിന്നും. അങ്ങനെയാണെങ്കിൽ അച്ഛൻ നിന്നെ തൊട പൊട്ടിക്കും. ഇതുവിധം നിത്യമാവാഴച്ചുവട്ടിലാ കൊതിയ സമാജം നടന്നു വന്നു. കഴിവതും വേഗം കുലയ്ക്കണമെന്നുള്ളിൽ കരുതിയിരിക്കുമാ വാഴ പോലും. അവരുടെ ആഗ്രഹം അത്രയ്ക്കഗാധവും അനുകമ്പനീയവുമായിരുന്നു. ഒരു ദിനം വാഴ കുലച്ചതു കാരണം തിരുവോണം വന്നു പുലക്കുടിലിൽ. അച്ഛാ, വാഴ കൊലച്ചത് കണ്ടോ?
ഹായ് ഞങ്ങളെ വാഴ കൊലച്ചു. ഹായ് ഞങ്ങളെ വാഴ കൊലച്ചു. കണ്ടില്ലേ കുട്ടികളുടെ ഒരു സന്തോഷം. അവർ സന്തോഷിക്കട്ടെടി. അരുമക്കീടാങ്ങൾ തൻ ആനന്ദം കാൺകയാൽ അഴകിക്കു ചിത്തം നിറഞ്ഞുപോയി. കുലമൂത്തു വെട്ടി പഴുപ്പിച്ചെടുക്കുവാൻ മലയനുമുള്ളിൽ തിടുക്കമായി. അവരോമൽ പൈതങ്ങൾക്കങ്ങനെയെങ്കിലും അവനൊരു സമ്മാനമേകാമല്ലോ. തമ്പുരാനെ, മലേന്റെ വാഴ കുലച്ചത് കണ്ടോ? ഓ കൊള്ളാലോ, ഇത് വെട്ടി കോലോത്തേൽപ്പിച്ചേക്ക്. കുലത്തോളിലേന്തി പ്രതിമ പോലങ്ങനെ മലയനാമുറ്റത്തു നിന്നുപോയി. അരുതവനൊച്ച പൊങ്ങുന്നതില്ല, കരൾ തെരുതെരെ പേർത്തും തുടിപ്പുമേന്മേൽ. ഒരുവിധം ഗദ്ഗതം ഞെക്കി ഞെരുക്കിയ കുറെ അക്ഷരങ്ങൾ തെറിപ്പു കാറ്റിൽ. കരയാതെ മക്കളെ കൽപ്പിച്ചു തമ്പിരാൻ, ഒരു വാഴ വേറെ ഞാൻ കൊണ്ടുപോട്ടെ. കവിതയുടെ ദൃശ്യാവിഷ്കാരം എല്ലാവർക്കും ഇഷ്ടമായല്ലേ? മലയപ്പുലയൻ തന്റെ വീട്ടിൽ നട്ടു നനച്ചു വളർത്തുന്നതിനായി കൊണ്ടുവന്ന വാഴയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. തന്റെ വീട്ടിലെ അരിമക്കിടാങ്ങളെല്ലാം കൂടി ആ വാഴയിൽ ആളിക്കുന്നതും അതിന്റെ ഇലയും കൂമ്പും വരുന്നത് കണ്ട് ആഹ്ലാദിക്കുന്നതും എത്ര ഭംഗിയായിട്ടാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ഒടുവിൽ ആ വാഴ വെട്ടിക്കൊണ്ടുപോകുമ്പോൾ കാണുന്ന രംഗം മനസ്സിനെ വല്ലാതെ സ്പർശിക്കുന്നതാണ്. ആ വാഴ വെട്ടിക്കൊണ്ടുപോകുമ്പോൾ കുട്ടികൾ വളരെ വിഷമത്തോടെ അലറിക്കരയുന്നതും കേരള ചരിത്രത്തിൽ ഇടം നേടിയ വാഴക്കുല എന്ന കവിത നമ്മുടെ ജീവിതത്തിന്റെ നേർക്കാഴ്ചകളെയാണ് കാണിക്കുന്നത്. പിന്നെയും പൂക്കുമി ചിലകൾ എന്ന യൂണിറ്റിലെ ആ വാഴവെട്ട് എന്ന കഥയിലൂടെ മധ്യ തിരുവിതാംകൂറിലാണ് ഈ കഥയുടെ പശ്ചാത്തലം. കേരളം പണ്ട് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ 3 ഭൂപ്രദേശങ്ങളായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി നമുക്ക് കഥയിലേക്ക് കിടന്നാലോ? നിങ്ങൾ ചെറിയ ക്ലാസ്സുകൾ മുതൽ കഥകൾ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നതല്ലേ? കഥയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? കഥാവായനയ്ക്ക് വേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഭാവാത്മകത വേണം, ആശയവ്യക്തത വേണം, ഉചിതമായ നിർത്തലുകൾ വേണം, ശബ്ദവിന്യാസം വേണം, അക്ഷരസ്ഫുടത വേണം അല്ലേ? ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം നമ്മൾ കഥാവായനയിലേക്ക് കിടക്കേണ്ടത്. കുംഭത്തിൽ നട്ടാൽ കുടത്തോളം, മീനത്തിലായാൽ കണ്ണിനോളം മാത്രം. കുംഭത്തിലെ വെളുത്ത വാവിനാൾ നടുന്നതാണ് ഏറ്റവും നല്ലത്. എങ്കിൽ ആ ചേനയ്ക്ക് ചന്ദ്രനോളം തന്നെ മുഴുപ്പുണ്ടായിരിക്കും. ചേനത്തലകൾ ഏതേതു കാലത്ത് നടണമെന്നുള്ള കാര്യത്തിൽ മർക്കോസ് ചേട്ടന് വളരെ നിശ്ചയമുണ്ട്. അയാൾ ഒരു നല്ല കൃഷിക്കാരനാണ്. എല്ലുകൾ ഉന്തി നിൽക്കുന്ന ആ ശരീരവും വളഞ്ഞ നട്ടെല്ലും ഒട്ടിയ കവിളും കുഴിഞ്ഞ കണ്ണും അർദ്ധനഗ്നമായ ശരീരവും ഒറ്റ നോട്ടത്തിൽ തന്നെ അയാളെ ഒരു കൃഷിക്കാരനെന്ന് വിളിച്ചു പറയും. കുംഭത്തിലെ കാലു പൊള്ളുന്ന വെയിലത്തു നിന്ന് അയാൾ നിലമൊരുക്കുകയാണ്. ശരീരത്തിൽ കൂടി വിയർപ്പു ചോലകൾ അങ്ങനെ ഒഴുകുന്നു. ശ്മശ്രുനിരകൾ വളർന്നു നിൽക്കുന്ന ആ മുഖത്തു നിന്ന് പ്രസന്നത എത്രയോ മുമ്പ് തന്നെ പറന്നകന്നിരിക്കുന്നു. ഒരു കർഷകന്റെ മുഖത്ത് പ്രസന്നത അന്വേഷിക്കാൻ കേരളത്തിന് നേരമില്ല. അവ ശക്തി എരിഞ്ഞടങ്ങിയ ബാറ്ററികൾ പോലെ നിലകൊള്ളുന്നു. പിന്നെ റാഹേലെ തുമ്പക്കൈയുടെ ഉപരിതലത്തിൽ കൈപ്പത്തി ചേർത്ത് അവശനായി നിന്നുകൊണ്ട് ആ പിതാവ് പുത്രിയെ വിളിച്ചു. ദാഹം കൊണ്ട് അയാൾ വിഷമിക്കുന്നു. എന്തു അപ്പച്ച? അവൾ അന്വേഷിച്ചു. ഒന്ന് കുടിക്കാൻ. ഒരു അയിരിച്ചട്ടി നിറച്ച് കഞ്ഞിവെള്ളവുമായി റാഹേൽ പിതാവിൻ്റെ അടുക്കൽ ചെന്നു. കിട്ടിയ പാടെ ആ പരവശൻ അത് കുടിച്ചു തുടങ്ങി. കഞ്ഞിവെള്ളം കുടിക്കുന്നത് അയാൾക്ക് വളരെ ഇഷ്ടമാണ്. തന്നെയല്ല, വിയർത്തൊലിച്ചു നിൽക്കുമ്പോൾ പച്ചവെള്ളം കുടിച്ചാൽ ജലദോഷത്തിന് കാരണവുമാണ്. ആവശ്യബോധത്തിൻ്റെ ഗൗരവത്തിൽ 3-4 കവിൾ ഇറക്കിയ ശേഷം വല്ലായ്മ നിഴലിക്കുന്ന മുഖത്തോടുകൂടി അയാൾ ചോദിച്ചു,
എൻ്റെ മോളെ, ഇതെങ്ങനെ കുടിക്കുന്നു? നാഴി കഞ്ഞിവെള്ളം പോലും ചൊവ്വേ നേരെ കുടിക്കാനില്ല. പലതും സഹിക്കേണ്ട ആ കൃഷിക്കാരൻ പരാതി പറഞ്ഞു. എൻ്റെ അപ്പച്ച, തികന്നില്ല, അതിനു മുമ്പേ അരി വെന്തു. റേഷനരിയെപ്പറ്റി റാഹേൽ റിപ്പോർട്ട് സമർപ്പിച്ചു. അത് പച്ചരിയായിരുന്നു. നെല്ലും പൊടിയും പൊടിയരിയും കല്ലും സഹിക്കാം. അവയുടെ ഉള്ളിൽ യോഗനിദ്രയിൽ ലയിച്ചിരിക്കുന്ന ജീവരാശികളായിരുന്നു വിഷമം. പ്രാണായാമ പടുക്കളായ യതിവര്യന്മാർ ജലത്തിനു മുകളിൽ നിഷ്പ്രയാസം ശയിക്കാറുണ്ട്. ഈ അരിക്കൂട്ടങ്ങൾക്കും അത് സാധിക്കും. നോമ്പുകാലത്ത് ആഹാരത്തിന് മാംസാഹാരം ആ ക്രിസ്ത്യാനിക്ക് നിഷിദ്ധമത്രേ. പക്ഷേ റേഷനരി ഉപയോഗിക്കുന്നവർക്ക് അതെങ്ങനെ സാധിക്കും? എൻ്റെ മോളെ, നല്ലൊരു നോമ്പായിരുന്നു. കഞ്ഞിവെള്ളത്തിന് പകരം സൂപ്പാണല്ലോ കുടിക്കുന്നത്. പിതാവിൻ്റെ തമാശ കേട്ട് റാഹേൽ ചിരിച്ചുപോയി. കഥയുടെ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടല്ലേ? കഥ ഇനിയും ഒരുപാട് തലങ്ങളിലേക്ക് വായിച്ചു മുന്നേറാനുണ്ട്. കഥ ഒന്നോ അതിലധികമോ തവണ വായിച്ചാലാണ് നമുക്ക് ബോധ്യമാവുക. ആശയം വ്യക്തമാകുന്ന രീതിയിൽ ആഴത്തിലുള്ള വായനയാണ് നമുക്ക് ആവശ്യം. കഥാവായനയിലേക്ക് കിടക്കുമ്പോൾ നാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കഥയുടെ കാലഘട്ടം, കാർഷിക സംസ്കാരം, സാമൂഹിക അവസ്ഥ, കർഷകരുടെ നിഷ്കളങ്കത, കഥയുടെ അവതരണ രീതി, ഭാഷാപരമായ സവിശേഷതകൾ, ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശ, പ്രതിഷേധത്തിന്റെ സ്വരം, അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം നമ്മൾ കഥാവായനയിലേക്ക് കിടക്കേണ്ടത്. എങ്കിൽ നമുക്ക് കഥയിലെ ചില പ്രധാന വാക്കുകൾ പരിചയപ്പെട്ടാലോ? പിന്നെയും പൂക്കുമി ചില്ലകൾ. പിന്നെയും പൂക്കുമി ചില്ലകൾ. ആ വാഴവെട്ട്. ആ വാഴവെട്ട്. പൊൻകുന്നം വർക്കി. പൊൻകുന്നം വർക്കി. കൃഷിക്കാരൻ. കൃഷിക്കാരൻ. ഇനി വാക്കുകൾ കൂട്ടിച്ചേർത്ത് വായിച്ചാലോ? അയാൾ ഒരു നല്ല കൃഷിക്കാരനാണ്. അയാൾ ഒരു നല്ല കൃഷിക്കാരനാണ്. എല്ലാവരും പാഠഭാഗങ്ങൾ വ്യക്തമായി വായിച്ച് നിങ്ങളുടെ മലയാളം ടീച്ചറിന് അയച്ചു കൊടുക്കണേ. വായിക്കുന്ന സന്ദർഭത്തിൽ വിശദാംശം ആവശ്യമായി വരുന്ന സ്ഥലങ്ങൾ, പ്രധാന വാക്യങ്ങൾ എന്നിവ കുറിച്ചു വയ്ക്കാൻ മറക്കരുതേ. ആ വാഴവെട്ട് എന്ന കഥയിലെ കുറച്ച് ഭാഗം നമ്മൾ പരിചയപ്പെട്ടല്ലോ. അതിൽ നിന്നും തന്നിരിക്കുന്ന ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ആ വാഴവെട്ട് എന്ന കഥ എഴുതിയതാരാണ്? ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്ത എന്തെല്ലാമായിരുന്നു? പുതുവർഷം എന്ന കവിത അല്ലേ? അതെഴുതിയതാരായിരുന്നു? വിജയലക്ഷ്മി. പിന്നെയോ വാഴക്കുല എന്ന കവിത അല്ലേ? അതെഴുതിയതോ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അല്ലേ? അങ്ങനെയെങ്കിൽ ആ വാഴവെട്ട് എന്ന കഥ എഴുതിയതാരാണ്? ആ വാഴവെട്ട് എന്ന കഥയുടെ പശ്ചാത്തലം എവിടെയാണ്? നമ്മൾ പരിചയപ്പെട്ടല്ലേ പണ്ടുകാലത്ത് കേരളം, തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ ഭൂപ്രദേശങ്ങളായിട്ടല്ലേ അറിയപ്പെട്ടിരുന്നത്. ആ വാഴവെട്ട് എന്ന കഥയുടെ പശ്ചാത്തലം ഇതിലെവിടെയാണ്? ആ വാഴവെട്ട് എന്ന കഥയിലെ ഒരു ഭാഗം നമ്മൾ വായിച്ചല്ലേ? അതിലെ പ്രധാന കഥാപാത്രമായ മർക്കോസിയേട്ടന്റെ ആരായിരുന്നു റാഹേല്? പിന്നെ റാഹേലെ തുമ്പക്കൈയുടെ ഉപരിതലത്തിൽ കൈപ്പത്തി ചേർത്ത് അവശനായി നിന്നുകൊണ്ട് ആ പിതാവ് പുത്രിയെ വിളിച്ചു. തന്നിരിക്കുന്ന ചോദ്യങ്ങൾ വിശദമായി വായിച്ച് മനസ്സിലാക്കി കൃത്യമായ ഉത്തരങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കാൻ മറക്കരുതേ. നമുക്ക് രക്ഷകർത്താക്കളുടെ സഹായം ആവശ്യപ്പെടാട്ടോ. അതോടൊപ്പം ആ വാഴവെട്ട് എന്ന കഥയിലെ ചില കഥാപാത്രങ്ങൾ നമ്മൾ പരിചയപ്പെട്ടില്ലേ? മർക്കോസിയേട്ടൻ, റാഹേൽ. കഥയുടെ ഒരു ഭാഗം മാത്രമല്ലേ നമ്മൾ വായിച്ചു കേട്ടോളൂ. ഇനിയും കഥ ഒരുപാട് തലങ്ങളിലേക്ക് വായിച്ചു മുന്നേറാനുണ്ട്. കഥയുടെ ബാക്കി ഭാഗം കൂടി വായിച്ച് മുഴുവൻ കഥാപാത്രങ്ങളെയും തന്നിരിക്കുന്ന ചാർട്ടിൽ രേഖപ്പെടുത്തി ക്ലാസ് ടീച്ചറിന് അയച്ചു കൊടുക്കുമല്ലോ.
പിന്നെയും പൂക്കുമി ചില്ലകൾ എന്ന യൂണിറ്റിലെ ആ വാഴവെട്ട് എന്ന കഥയിലെ ആശയം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ കൂട്ടുകാർക്കും അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും പറഞ്ഞു കൊടുക്കാൻ മറക്കരുതേ. നല്ലൊരു നാളേക്കായി, വരും തലമുറയ്ക്കായി നമുക്കെല്ലാവർക്കും ഇന്ന് തന്നെ ഒരു തൈ നടാം. എങ്കിൽ ഇനിയും നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം.